ഇരു കൈകളും ഉടുതുണി കൊണ്ട് പിന്നിലേക്ക് കൂട്ടിക്കെട്ടി. തലയിൽ ചുമടും വെച്ച് അട്ടപ്പാടിയിലെ റോഡിലൂടെ അവനെ നടത്തിച്ചു. വഴിയിലുടനീളം ക്രൂരമായ മർദ്ദനം. എനിക്ക് വിശക്കുന്നു, വെള്ളം വേണം എന്ന് ആ പാവം കെഞ്ചിയിരിക്കാം. പക്ഷേ ആൾക്കൂട്ടത്തിന്റെ ക്രൂരതയ്ക്ക് മുന്നിൽ അതൊന്നും വിലപ്പോയില്ല. ഒടുവിൽ വിവരമറിഞ്ഞ് പോലീസ് എത്തി വണ്ടിയിൽ കയറ്റുമ്പോഴേക്കും മധു പൂർണ്ണമായും തളർന്നിരുന്നു. ആശുപത്രിയിലേക്കുള്ള വഴിമധ്യേ ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് ആ മകൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. മധുവിനെ മർദ്ദിക്കുന്നതിനിടയിൽ പ്രതികൾ തന്നെ പകർത്തിയ ദൃശ്യങ്ങളും സെൽഫികളും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. തങ്ങൾ ചെയ്ത ക്രൂരത ലോകത്തെ കാണിക്കാൻ അവർ ചെയ്ത ആ പ്രവൃത്തി തന്നെയാണ് പിന്നീട് നിയമത്തിന് മുന്നിൽ അവർക്കെതിരെയുള്ള ഏറ്റവും വലിയ ഡിജിറ്റൽ തെളിവായി മാറിയത്. എന്നാൽ ഈ കേസിന്റെ വഴി അത്ര എളുപ്പമായിരുന്നില്ല. പണവും സ്വാധീനവുമുള്ള പ്രതികൾ കേസ് അട്ടിമറിക്കാൻ സർവ്വ സജ്ജീകരണങ്ങളും നടത്തി. മധുവിന്റെ അമ്മ മല്ലിയെയും സഹോദരി സരസുവിനെയും ഭീഷണിപ്പെടുത്തി. സാക്ഷികളെ സ്വാധീനിച്ചു. വിചാരണ വേളയിൽ കേരളം കണ്ടത് കൂട്ട കൂറുമാറ്റമായിരുന്നു. ആകെ 24 പ്രോസിക്യൂഷൻ സാക്ഷികളാണ് കോടതിയിൽ പ്രതികൾക്ക് അനുകൂലമായി കൂറുമാറിയത്. കാഴ്ചശക്തിയില്ലാത്ത സാക്ഷി വരെ കോടതിയിൽ മൊഴിമാറ്റുന്ന നാണം കെട്ട അവസ്ഥയുണ്ടായി. ഒടുവിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരെ മാറ്റേണ്ടി വന്നു. 4 വർഷത്തെ പ്രതിസന്ധികൾക്കൊടുവിലാണ് കേസ് ഒരു വഴിക്ക് എത്തിയത്.